ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സന്തോഷമുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരീക്ഷയൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പരീക്ഷയെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇനി 2 മാസം അവധിയാണ് ഗൈസ്. യെസ്, അപ്പം ഇനി നമ്മൾ 2 മാസം അവധിക്ക് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഗൈസ്. ട്രിപ്പ് എന്ന് പറയുന്നില്ല, 2 മാസം. അപ്പം നമ്മൾ പോകുന്നത് ഒമാനിലേക്കാണ് ഗൈസ്. അപ്പം ഒമാനിൽ അച്ഛൻ്റെ അടുത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇന്ന് മാർച്ച് 30 കേട്ടോ. നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ട് 27-ാണ് 27-ാം തീയതിയാണ് പരീക്ഷ കഴിഞ്ഞത്. ഇപ്പം 30 മാർച്ച് 30 ആയി. അപ്പം ഇനി നമ്മൾ 31 തീയതിയാണ് പോകുന്നത്. അഥവാ നാളെയാണ് നമ്മൾ ഒമാനിലേക്ക് പോകുന്നത്. അപ്പം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി, സോറി. അപ്പം ഇപ്പം തന്നെ 10 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. 9 മണി രാത്രിയായി. അപ്പം നാളെ വെളുപ്പിനെ നമുക്ക് പോകണം. തിരുവനന്തപുരം എയർപോർട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഫസ്റ്റിൽ തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പം മസ്കറ്റിൽ ഒമാനിലൊക്കെ ഈദ് മുബാറക്ക് നാളെയാണ് കേട്ടോ. അപ്പം നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിലാണ് പോകുന്നത് നാളെ. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. യെസ്, നമ്മളുടെ എയർലൈനിൻ്റെ പേര് ഒമാൻ എയർ എന്നാണ് കേട്ടോ. ഒമാൻ എയറിലെ എയർലൈനിലാണ് ഞങ്ങൾ പോകുന്നത്. ഒമാൻ എയർലൈനിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നല്ല എക്സൈറ്റിംഗ് വീഡിയോ ആയിരിക്കും, നിങ്ങൾ കണ്ടിട്ട് വരാം. ഭയങ്കര സന്തോഷമായി. യെസ് ഗൈസ്. അപ്പം ഇപ്പം രാത്രിയാണ്, നമ്മളിപ്പോൾ ഉറങ്ങാൻ പോവാണ്. പെട്ടിയൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഓക്കെ, നമ്മൾ നാളെ എണീക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം പെട്ടിയൊക്കെ പാക്ക് ചെയ്തത്. നമ്മളെല്ലാം പാക്ക് ചെയ്തെല്ലാം സെറ്റാണ് ഗൈസ്. യെസ്, അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇനി ഉള്ള വീഡിയോസ് എല്ലാം നാളെ രാവിലെ എണീച്ചിട്ട് കാണാം. അപ്പം പ്ലും അടിച്ചോ പ്ലും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉറക്കമൊക്കെ എണീച്ചു അല്ലേ. ഇപ്പം ആരുടെ കണ്ണിൽ ഇപ്പോഴും ഉറക്കമുണ്ട്. എന്നാലും അവൾ എണീച്ചു കേട്ടോ. 2 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന ഐ തിങ്ക് എനിക്ക് തോന്നുന്നു 3 മണി ഒക്കെ ആകുമ്പോൾ ഇറങ്ങുമായിരിക്കും. നമുക്ക് 8:45 കേട്ടോ ഫ്ലൈറ്റ്. നേരത്തെ എത്തണ്ടേ. അപ്പം ഇനി നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പം ഇനി ബ്രഷൊക്കെ ചെയ്ത് കുളിച്ചിട്ട് ഒരുങ്ങിയിട്ടൊക്കെ കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഒരുങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പം എൻ്റെ വേഷമൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പിക്കായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പാറു എല്ലാവരും സെറ്റാണ്. ഞങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ ഇറങ്ങാം. അപ്പം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് അമ്മൂമ്മയെടുത്തും വല്യമ്മയെടുത്തും ചേച്ചിയെടുത്തും അനിയത്തിയെടുത്തൊക്കെ ടാറ്റ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ. പിന്നെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴും മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എടുക്കാൻ നമുക്ക് ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ വെറുതെ എന്തിനാണ് എടുക്കുന്നതെന്ന് കരുതി. അപ്പം നമ്മളങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ഞങ്ങൾ കയറി കേട്ടോ. ഉള്ളിലോട്ട് കയറി D2 എന്ന് എഴുതിയിരിക്കുന്ന ഗേറ്റിലൂടെയാണെന്ന് തോന്നുന്നു ഞങ്ങൾ കയറിയത്. പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡിംഗ് പാസ്സും ഇതൊക്കെ ഫുൾ സെറ്റാണ്. അപ്പം വലിയ ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ആളുകൾക്ക് കൂടുതലുണ്ട്. പക്ഷെ എന്നാലും അധികം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തന്നെ അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇമിഗ്രേഷനിലേക്ക് പോയി. ഇമിഗ്രേഷനൊക്കെ ചെയ്ത് എല്ലാം സെറ്റായിട്ട് ഇവിടെ നിൽക്കുവാണ് കണ്ടോ. ഞാനും പാറും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത സെക്യൂരിറ്റി ചെക്കിലേക്കായിരുന്നു പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേറ്റ് നമ്പർ 1-ലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് മസ്കറ്റ് WY212 പോകുന്നത്. മസ്കറ്റ് ഒമാൻ എയറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്നു കേട്ടോ. ഞങ്ങൾ 6 മണിക്ക് സംതിങ് 7 മണി 6 മണിക്ക് ആയപ്പോഴും ഞങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് 8:45 ആണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. പിന്നെ കുറേ ഫ്ലൈറ്റ്സ് കിടപ്പുണ്ടായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റും ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്.
ഞങ്ങളും കൂടെ ഉണ്ട്. ഞാനിങ്ങനെ കുറേ നേരം ഫ്ലൈറ്റൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. കണ്ടോ, ഗേറ്റ് നമ്പർ 1 ഞങ്ങൾ പോകുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് മസ്കറ്റ് ഒമാൻ എയർ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വന്നു. കണ്ടോ ഫ്ലൈറ്റ് കിടക്കുന്നത്. അപ്പം 8:45 ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, പാറും ഞാനും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനായി പോകുകയാണ്. എന്താണ്ട് മീനാക്ഷി അമ്മയുണ്ട് ബാക്കിൽ, എന്താ ജനലൊക്കെ ഉള്ള. അപ്പോൾ അതേക്കുള്ള ഞങ്ങളിങ്ങനെ നടന്ന് പോകണം. കുറേ ആൾക്കാരാണ്. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഗൈസ്, ഫ്ലൈറ്റിലൊക്കെ കയറുന്നതൊക്കെ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാവേ, കാരണം ഇത് ലെങ്ത് ആയി പോകും. കുറേ ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.